ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ മാസം 20-ാം തീയതി 294-ാമത്തെ ദിവസത്തിലെത്തി. കൊന്നുകളയേണ്ട വിധത്തില് യേശു എങ്ങനെയാണ് യഹൂദ മത നേതൃത്വത്തിന് ഒരു അപകടകാരിയായി മാറിയതെന്ന് നന്നായി വിശദമാക്കുന്നുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹ തൻ്റെ സുവിശേഷത്തിലൂടെ, പ്രത്യേകിച്ച് 23-ാം അധ്യായം അതിൻ്റെ 4-ാം വചനം ഇപ്രകാരമാണ്: അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വച്ചു കൊടുക്കുന്നു, സഹായിക്കാൻ ഒരു ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാവുന്നില്ല. സത്യത്തില് ആർക്കെതിരെയാണ് അന്ന് യേശു കലഹിച്ചത്? എല്ലാം യഹൂദ മത നേതൃത്വത്തിന് എതിരെയാണ് എന്ന് എളുപ്പം ഉത്തരം പറഞ്ഞ് ഇനി നാം രക്ഷപ്പെടരുത് കേട്ടോ. ആളോ ആൾക്കൂട്ടമോ ഒന്നുമല്ല യേശു ശ്രദ്ധിക്കുക, യേശുവിനെ സ്പർശിക്കുക. മറിച്ച് ഓരോരുത്തരുടെയും ഹൃദയമാണ്, ഓരോരുത്തരുടെയും പ്രവൃത്തികളുമാണ്. അനുകമ്പയും കരുണയും നഷ്ടമായവരെയാണ് യേശു സഹതാപത്തോടെ നോക്കിയതും ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ രൂക്ഷമായി വിമർശിച്ചതുമൊക്കെ. യേശു ആദ്യം പറഞ്ഞു, നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും രണ്ടാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഇന്നും ആർക്കും ഒരു ഉത്തരവും കൊടുക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ. അനുതപിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു, എന്നാൽ ഞങ്ങളുടെ അഹങ്കാര മനസ്സ് അതിന് അനുവദിക്കുന്നില്ല. ഞങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു, ഞങ്ങളോ പഠിക്കുന്നില്ല. ഞങ്ങൾ മറ്റുള്ളവരുടെ ദാഹം തീർക്കുന്നു, എന്നാൽ ഞങ്ങൾ ഇപ്പോഴും ദാഹത്തിൽ തന്നെ ഇരിക്കുന്നു. പരിശുദ്ധ സുറിയാനി സഭയിലെ പ്രാർത്ഥനയുടെ ഒരു കുഞ്ഞു ഭാഗമാണിത്. പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞ് 3-ാം മണി നമസ്കാരത്തിൻ്റെ പ്രാർത്ഥനാ ഭാഗമാണ്. എന്തൊരു വൈരുദ്ധ്യമാണ് ആത്മീയ ജീവിതത്തിലും അവരുടെ നമ്മുടെയും ഭൗതിക ജീവിതത്തിലും. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നില്ലേ: മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ നിന്നെ തന്നെ എന്തുകൊണ്ടാണ് പഠിപ്പിക്കാത്തത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? ഞാൻ തുടരുന്നില്ല. ഇതിന് ധൈര്യം കാണിക്കുന്ന ആർക്കും, ഇങ്ങനെയൊക്കെ ആകാനായിട്ട്, ഇങ്ങനെയൊക്കെ പ്രവർത്തിപ്പാനായിട്ട് ധൈര്യം കാണിക്കുന്ന ആർക്കും ദൈവഭയമെന്നല്ല, ദൈവമുണ്ടെന്ന ഒരു കുഞ്ഞു വിചാരം പോലും ഇല്ലല്ലോ. കുറച്ചുകൂടി കടുപ്പിച്ച് പറഞ്ഞാൽ ദൈവം ഉണ്ടെന്ന കുഞ്ഞു വിചാരം പോലും ഇല്ല എന്നതല്ല, തങ്ങളിനിയും ഒരു 100 വർഷം കൂടി ജീവിച്ചിരിക്കുമെന്ന് എവിടെ നിന്നോ എന്തോ ഒരു ഉറപ്പ് കിട്ടിയ മാതിരി കൂടിയാണ് ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളുമൊക്കെ. ഒരു തിരിച്ചറിവിനായിട്ടും അനുതാപത്തിനായിട്ടും നമുക്കും ഈ നല്ല പുലരിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങാം. ആമേൻ.